ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കേക്കിന് ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസും മെറ്റീരിയൽസും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ബീറ്ററാണ്. ബീറ്റർ 2 ബീറ്റർ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് പറഞ്ഞാൽ 300 വാട്ടിൻ്റെയും ഒരു 200 വാട്ടിൻ്റെയാണ്. ഇത് ഇച്ചിരി കുറവാണ്. നമുക്ക് ബാറ്ററൊക്കെ ബീറ്റ് ചെയ്യാനും ഇത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫിറ്റ് ചെയ്യണ ഇതാണ്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ സ്ക്വയറുകളൊക്കെ ഒരിതുണ്ട്, അതറിയാൻ പറ്റുമല്ലോ. അത് ഇങ്ങനെ വെച്ച് ഇതിലേക്ക് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ബീറ്റർ ഫിറ്റ് ചെയ്യണത്. ഇത് സാധനം എല്ലാത്തിലും യൂസ് ചെയ്യാം. ഇതിൽ 2 എണ്ണത്തിനും 2 എണ്ണം ഉണ്ടാവും. ഏത് വേണമെങ്കിലും മാറ്റി മാറ്റി നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് മെഷറിംഗ് കപ്സ് ആണ്. ഇതാണ് മെഷറിംഗ് കപ്സ്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം സ്പൂണിൻ്റെ ഉണ്ട്, ഹാഫ് ടീസ്. ഇത് 2 മെഷറിംഗ് കപ്സ് ഇതാണ്. ഇത് കപ്പ് ഒടുങ്ങി ടേബിൾ സ്പൂൺ വരെ ഉള്ളതാണ്, ഹാഫ് ടേബിൾ സ്പൂൺ വരെ ഉള്ളതാണ്. ഇത് സ്പൂണൊക്കെ ഉള്ളതാണ്. ഹാഫ് ടീസ്പൂൺ, 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ, 1/4 കപ്പ്, അങ്ങനെ എല്ലാം. 1 കപ്പ്, 1/2 കപ്പ്, ഇതൊരു കപ്പ്, 1/2 കപ്പ്, 1/4 കപ്പ്, ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ, അങ്ങനെ 2 ടൈപ്പ് കപ്സാണിത്. ഇത് കപ്പ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ. ഇത് വേവിങ് മെഷീനാണ്. ഇതിൽ നമ്മൾ ഗ്രാം കണക്കൊക്കെ നോക്കുന്നത് ഇതിലാണ്. ഇത് ഓൺ ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഇപ്പോൾ പാത്രമാണ് നമ്മൾ വെച്ചേക്കണമെങ്കിൽ അത് നമുക്കൊന്നും കൂടി ട്രേഡ് ചെയ്തെടുക്കാം. അപ്പോൾ 0യിലേക്ക് വരും. മോഡ് മാറ്റാം. ഗ്രാം മാറ്റി, ഇത് ഗ്രാമും ഓട്സും ആണ്. അപ്പോൾ രണ്ടും 2 ഇതിലേക്ക് മാറ്റുക. അതാണ് മോഡ് മാറ്റുന്നത്. നമുക്കിത് ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ പൊടി ഇടുന്നതിന് മുമ്പ് ട്രേഡ് ചെയ്യണം. ട്രേഡ് ആയതാലേ അത് 0യിലാവുള്ളൂ. എന്നിട്ട് നമുക്ക് മെറ്റീരിയൽ ഇത് കിട്ടും. ഗ്രാം കണക്കാണ് ഞാൻ പറയുന്നത്, മിക്കതും ഗ്രാം കണക്കാണ്. അത് കൺവേർട്ട് ചെയ്ത് കപ്പ് കണക്കും ആക്കാം. അടുത്തത് സ്പാച്ചുലയാണ്. ഇതാണ് സ്പാച്ചുല. ഇത് വെച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററൊക്കെ നല്ല സ്മൂത്തായിട്ട് വടിച്ചെടുക്കുക. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. സ്പാച്ചുല വെച്ചാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട്. കൈലുകളാണെങ്കിൽ അത് പറ്റത്തില്ല. ഇതാണ് സ്പാച്ചുല. ഇതിനെ പറയുന്നതാണ് സ്പാച്ചുല. നെക്സ്റ്റ് വൺ മിക്സിംഗ് ബോളാണ്. മിക്സിംഗ് ബോൾ തന്നെ 3 ടൈപ്സ് ഉണ്ട്: സ്റ്റീൽ, ഗ്ലാസ്, സിലിക്കോൺ. ഇത് 2 ഉപയോഗിക്കാം. ഇത് സിലിക്കോൺ ആണ്. ഇത് ഞാൻ ഇതിനു വേണ്ടി മാത്രം മേടിച്ച് വെച്ചേക്കുന്ന ബൗൾസാണ് സിലിക്കോണിൻ്റെ. സിലിക്കോണിലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി മാത്രമുള്ള ഇതാണ്. നെക്സ്റ്റ് വൺ